മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് നാട്. പത്തനംതിട്ട തിരുവല്ലയിൽ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടെ അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് കവർച്ച നടന്നു. ഇതിലൊന്നും പ്രതികളെ പിടികൂടാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഒരേ കവർച്ചാ സംഘം തന്നെയാണ് ഈ മോഷണ പരമ്പരകൾക്ക് പിന്നിലെന്നാണ് ഇപ്പോഴെത്തുന്ന നിഗമനം. കഴിഞ്ഞ മാസം 24-ന് കാരയ്ക്കലിൽ കവർച്ച നടന്നു. വിദേശ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള അടച്ചിട്ടിരുന്ന വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്നായിരുന്നു മോഷണം. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 4 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ അപഹരിച്ചു. കുടുംബസമേതം കുവൈറ്റിൽ താമസിക്കുന്ന കാരയ്ക്കൽ വാഴപ്പറമ്പിൽ ജോൺ ചാണ്ടിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ചെടികൾ നനയ്ക്കാനായി അടുത്ത ബന്ധുവായ സ്ത്രീ എത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് പുളിക്കീഴ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. വീടിന്റെ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് അടുത്ത ദിവസം തന്നെ ശേഖരിക്കുകയും ചെയ്തു. തിരുവല്ലയിലെ ചുമത്രയിൽ ഈ മാസം 4-ാം തീയതി രണ്ടാമത്തെ മോഷണം നടന്നു. വിദേശ മലയാളിയായ ചുമത്ര പുനക്കുളത്ത് ജോജി മാത്യുവിന്റെ വീട്ടിൽ മുൻവാതിൽ കുത്തിത്തുറന്നായിരുന്നു ഇവിടെയും മോഷണം. കിടപ്പുമുറിയുടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 30,000 രൂപയും കവർച്ച ചെയ്യപ്പെട്ടു. ജോജി മാത്യുവിന്റെ അമ്മ മറിയാമ്മ മാത്യു ആണ് വീട്ടിൽ താമസിച്ചിരുന്നത്. മോഷണം നടന്നതിന്റെ തലേന്ന് മറിയാമ്മ കുടുംബ വീട്ടിലേക്ക് പോയിരുന്നു. 4-ാം തീയതി രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിലും കിടപ്പുമുറികളിലെ അലമാരകളും കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് തിരുവല്ല പോലീസിൽ വിവരമറിയിച്ചു. ഇവിടെയും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. സമാനമായ തരത്തിൽ രണ്ടാമത്തെ മോഷണവും നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. അതേസമയം 2 മോഷണങ്ങളും നടന്ന സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്നുമാണ് തിരുവല്ല DYSP S. അഷാദ് പറയുന്നത്.